മറ്റൊരു വിചിത്രമായ അറിവിലേക്ക് സ്വാഗതം. ഈ ഒരു ചോദ്യം നിങ്ങളെ അലട്ടിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഭക്ഷണത്തെ ശരീരം കൈകാര്യം ചെയ്യുന്നത്? പല കാര്യങ്ങൾ വയറ്റിൽ നടക്കുന്നുണ്ട്. അതിൽ രസകരവും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ ഒന്നാണ് നമ്മുടെ വയറ്റിലെ ആസിഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അത്ഭുതകരമായ രാസപ്രക്രിയയെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഇത് എത്ര ശക്തമാണ്? എന്താണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, വയറ്റിലെ ആസിഡിൻ്റെ ശക്തി. മനുഷ്യൻ്റെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl ഏകദേശം 1.5 മുതൽ 3 വരെ pH ഉള്ളതാണ്. ഇത് അത്യന്തം കഠിനമായ ആസിഡുകളിൽ ഒന്നാണ്. ഈ ആസിഡിന് ചില ലോഹങ്ങൾ വരെ ദ്രവിപ്പിക്കാനുള്ള ശക്തിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ ആസിഡ് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം, നമ്മുടെ വയറ്റിൻ്റെ മതിലുകളിൽ മ്യൂക്കസ് എന്ന സംരക്ഷണ പാളിയുണ്ട്. ഇത് വയറ്റിൻ്റെ പാളികളെ ആസിഡ് ആക്രമിക്കുന്നത് തടയുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ആസിഡിൻ്റെ പ്രവർത്തനം. ഈ ആസിഡിന് കഴിക്കുന്ന ഭക്ഷണത്തെ ചെറിയ ദ്രാവക ഘടകങ്ങളാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഇത് നമ്മുടെ ദേഹത്തിന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും സഹായിക്കുകയാണ്. എന്നാൽ ഇത്ര ശക്തമായ ആസിഡിന് മറ്റു പലതും ചെയ്യാൻ കഴിയും. മാലിന്യങ്ങൾക്കും ബാക്ടീരിയകൾക്കുമെതിരെ ഇത് ഒരു ശക്തമായ പ്രതിരോധം തന്നെയാണ്. 19-ാം നൂറ്റാണ്ടിൽ ഒരു പരീക്ഷണം ശാസ്ത്രജ്ഞർ നടത്തുകയുണ്ടായി. വയറ്റിലെ ആസിഡിൽ ഒരു ചെറിയ മാംസത്തെ ഇട്ടു. ഇത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണമായി ദ്രവിക്കുകയും ചെയ്തു എന്നാണ്. മൂന്നാമത്തെ കാര്യം, റിസ്കുകളും സംരക്ഷണവും. ഈ മ്യൂക്കസ് ലെയർ ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ആസിഡ് പൂർണ്ണമായി വയറ്റിൻ്റെ പാളികളെ നശിപ്പിക്കാൻ തുടങ്ങും. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന അൾസർ എന്ന പ്രശ്നം പലർക്കും പരിചിതമാണ്. അതിനാൽ ശരിയായ ഭക്ഷണ രീതികളും ആരോഗ്യകരമായ ജീവിത ശൈലിയും വളരെ നിർണായകമാണ് എന്നതാണ് സത്യം. നിങ്ങളുടെ വയറ്റിലെ ആസിഡിൻ്റെ ശക്തി കുറയ്ക്കാതെ തന്നെ ശരീരം ദിവസേന മ്യൂക്കസ് ലെയർ പുതുക്കുകയാണ്. അതല്ലെങ്കിൽ ഈ ആസിഡിന് സ്വന്തം ശരീരത്തെ തന്നെ കഴിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ വയറ്റിൽ നടക്കുന്ന ഈ രസകരമായ പ്രവർത്തനം വലിയ ഒരു സയൻസ് ഷോ തന്നെയാണ്. ഈ സയൻസ് ഷോ എങ്ങനെ നിങ്ങളുടെ ദിനംപ്രതി ജീവിതത്തിൽ സംരക്ഷണം നൽകുന്നു എന്ന കാര്യം ചിന്തിക്കുക. തുടർന്നും വിചിത്രമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.